പലപ്പോഴായി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ ഹോം സ്റ്റേഡിയത്തിൻ്റെ അന്തരീക്ഷവും ഈ ആരാധക കൂട്ടത്തെയും തൻ്റെ കാൽപന്തിൻ്റെ കളിയാട്ട് അഴക് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് ഒരേ സമയം എതിർ ടീമിന് നരകവും നമുക്ക് സ്വർഗവുമായി ഇവാനിസം കൊണ്ട് മാറ്റിമറിച്ച ഇവാൻ വുക്കോമനോവിച്ച്, വി ആർ ഗോയിങ് ടു റിയലി മിസ് യു. വെൽക്കം ടു പ്രോ മലയാളി. പേരുകേട്ട പല മാനേജേഴ്സും കൊമ്പൻ്റെ പരിശീലകനായി കടന്നു വന്നു. പേരിനൊത്ത പെരുമയ്ക്ക് ഉയരാനോ ഈ കൊമ്പനെ നേർവഴിക്ക് കാട്ടാനോ അവർക്ക് സാധിച്ചില്ല. ആവേശമായി കൊണ്ടുവന്ന പലവരും പാതി വഴിയിൽ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ യാത്ര പോലും പറയാതെ മടങ്ങിയവർ അനവധി. അപ്പോഴും ഈ ആരാധകക്കൂട്ടം ദൃഢനിശ്ചയം പോലെ ഉറച്ചു നിന്നു. അവരിലൊരുവനായി ഈ കൊമ്പൻ്റെ കപ്പിത്താനായി ഒരാൾ കടന്നു വരുമെന്ന്. 2021 ആണ്ട് ജൂൺ 17 ഒട്ടും തന്നെ ആവേശങ്ങളോ ആരവങ്ങളോ ആപ്പുവിളികളോ ഇല്ലാതെ ഒരു സെർബിയക്കാരൻ ഈ കൊമ്പൻ്റെ പാപ്പാനായി ചുമതലയേക്കുന്നു. സൈഡ് ലൈനപ്പുറത്തെ വെള്ളക്കുപ്പായക്കാരൻ, സൗമ്യമായി കളിക്കാർക്ക് നിർദ്ദേശം നൽകുന്ന, ആത്മവിശ്വാസം പകരുന്ന, ആവേശം നൽകുന്ന ഒരു പാപ്പാൻ, സൗമ്യമായ ഒരു മനുഷ്യസ്നേഹി. അതിനപ്പുറം ഒരു വിവരണത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടത് കൊമ്പന്മാരുടെ തേരോട്ടവും പാപ്പാൻ്റെ ചരിത്രവുമാണ്. പാപ്പാന് ആശാൻ എന്ന അപരനാമം നൽകി ആരാധക കൂട്ടം നെഞ്ചിലേറ്റി. മറ്റ് ടീമുകളുടെ അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ കളിയാട്ട് അഴക് കണ്ട് അസൂയപ്പെട്ടിരുന്ന കാലത്ത് നിന്നും അറ്റാക്കിംഗ് ഫുട്ബോളും വൺ ടച്ച് പാസുകളും ട്രയാങ്കിൾ ബിൽഡിങ്ങും ഗ്രൗണ്ട് ക്രോസും മിഡ്ഫീൽഡിലെ മിന്നലാട്ടവും ഡിഫൻസ് ബിൽഡിംഗ് ഗെയിമും കൗണ്ടർ പ്രസ്സിംഗ് ഗെയിമുമൊക്കെ ഇവാനിസത്തിൻ്റെ മാറ്റം കൊണ്ട് കൊമ്പന്മാരിലും കാണാൻ കഴിഞ്ഞു. അത് നാം എത്രമാത്രം ആസ്വദിച്ചവരാണ്. നാം അറിയാതെ ആയിരങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തി. പോയ സീസണിൽ പരാജയത്തിൻ്റെ കയ്പുനീർ തുടച്ചുമാറ്റി വിജയത്തിൻ്റെ സന്തോഷത്തിൻ്റെ മനം കവരുന്ന പന്താട്ടം കൊണ്ട് കേരളത്തിൻ്റെ ജനഹൃദയങ്ങളിലേക്ക് അവനറിയാതെ അവരിലൊരുവനായി ഇവാൻ വുക്കോമനോവിച്ച് നടന്നു കയറുകയായിരുന്നു. കേറിവാട മക്കളെ എന്നൊരു സെർബിയക്കാരൻ വിളിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് 10,000 കാൽപന്ത് ആരാധകരാണ് ഗോവയിലേക്ക് വണ്ടി കയറിയത്. കാൽപന്തിൻ്റെ കളിയാട്ടം പോലും കാണാതെ ആയിരങ്ങൾ ഗ്രൗണ്ടിൻ്റെ പുറത്തു നിന്ന് കൊമ്പന് കൈയടിച്ചതും ഗോവയിൽ എത്താൻ കഴിയാത്തതിൻ്റെ വിഷമം കാൽപന്ത് ആരാധകർ കേരളത്തിൽ ഉടനീളം ബിഗ് സ്ക്രീനിൽ ആയിരങ്ങളുടെ അകമ്പടിയോടുകൂടി കളിയാട്ട് കണ്ടതും ചരിത്രം. ബാംഗ്ലൂർ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ തൻ്റെ പിള്ളേരെയും കളിക്കളത്തിൽ നിന്ന് വിളിച്ചിറക്കി വാക്കൗട്ട് പ്രൊട്ടസ്റ്റ് നടത്തിയ രംഗണ്ണൻ മാസിലൂടെ ഇന്ത്യൻ റഫറി സിസ്റ്റത്തെ ചോദ്യം ചെയ്ത തൻ്റേടിയായ ആശാൻ. പണക്കൊഴുപ്പ് കൊണ്ട് കളിക്കാരെ വാങ്ങിക്കൂട്ടുന്ന വിവിധ ISL ക്ലബ്ബുകളെ നാം കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരുന്നു ഇവാൻ. മാനേജ്മെൻറ്റ് എന്ത് സമ്മാനിക്കുന്നോ ആ കളിക്കാരെ കൊണ്ട് അവരെ പോരാളികളാക്കി മാറ്റി തോൽക്കാൻ മനസ്സില്ലാത്തവരാക്കി കാൽപന്തിൻ്റെ കളിശൈലി പകർന്നു നൽകുന്നവനായിരുന്നു ഇവാൻ. ഇന്ത്യൻ കാൽപന്തിൻ്റെ പുത്തൻ താരോദയങ്ങളായ വിപിനും അസറും ഐമനും നിഹാലും സച്ചിനും ഇവാനിസം എന്തെന്ന് കാലം തെളിയിച്ച പോരാളികളുടെ ഉദാഹരണങ്ങൾ മാത്രം. പ്രിയ ഇവാൻ, ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു. ISLൻ്റെ കിട്ടാക്കനിയായ ഈ കിരീടം ആശാനിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് ഒരുപാട് സ്വപ്നം കണ്ടു. ഇത് കാൽപന്തിൻ്റെ കുറുമ്പാണ്, അല്ലെങ്കിൽ കാലത്തിൻ്റെ വിധിയുമാകാം. കാൽപന്ത് അങ്ങനെയാണ്. ഈ സമയവും കാലവും മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഈ കൊമ്പൻ്റെ പരിശീലകനാകാൻ നിരവധി പേർ വന്നേക്കാം. പക്ഷേ പ്രിയ ഇവാൻ, നിങ്ങളോളം വരില്ല ഞങ്ങൾക്ക് ഒരാളും. ബിക്കോസ് ഇവാന് തുല്യം ഇവാൻ മാത്രമാണ്. ഒരുപാട് നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. നിങ്ങൾ നൽകിയ മനോഹര നിമിഷങ്ങൾക്ക്, കാൽപന്തിൻ്റെ കളിയാട്ട് അഴകിന്, നിങ്ങൾ നൽകിയ ആവേശത്തിന്, എല്ലാത്തിനും പ്രിയ ആശാൻ നന്ദി. താങ്ക് യു.